കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി കാത്ത് രാജ്യം. പൾസർ സുനി, ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ വിധി എന്താകുമെന്നതിലാണ് ആകാംക്ഷ. 11 മണിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി എം ഹണി വർഗീസ് വിധി പറയും. രാജ്യത്തെ ആദ്യത്തെ ബലാത്സംഗ കൊട്ടേഷൻ കേസിലാണ് 8.25 വർഷത്തിന് ശേഷം വിധി പറയുന്നത്. വിധി വരുന്ന പശ്ചാത്തലത്തിൽ കോടതി പരിസരത്ത് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് പുറത്തുവിട്ട തെളിവുകളാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. വിവരങ്ങളുമായി ആർ റോഷിപാൽ, ശ്യാം ദേവരാജ്, സായ് കുമാർ, മുബഷീർ പി അക്ബർ എന്നിവർ ചേരുന്നു. ആദ്യം ആർ റോഷിപാലിലേക്ക്. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഇന്ന് നിർണായകമാണ്. 8.25 വർഷത്തിന് ശേഷമാണ് കാത്തിരുന്ന വിധി വരുന്നത്. ആർ റോഷിപാലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നതെന്ന് അറിയാം. ഒരു പോരാട്ടത്തിന്റെ, അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ കൂടി നാളുകളായിരുന്നു ഈ കടന്നു പോവുകയും ചേരുന്നത്. ഈ വിധി എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന ചോദ്യത്തിനപ്പുറം ഈ വരുന്ന മണിക്കൂറുകൾ, ഇനിയുള്ള മണിക്കൂറുകൾ അത്രയേറെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു എന്ന് അല്ലേ? അങ്ങനെയാണ്. ഒരുപക്ഷെ കേരള പൊതുസമൂഹം ഒന്നാകെ കാത്തിരിക്കുകയാണ്. കാരണം 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ യുവനടി ആക്രമിക്കപ്പെടുന്നു. അതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. ആ ഗൂഢാലോചനയുടെ സൂത്രധാരനായി പോലീസ് കണ്ടെത്തിയത് മലയാള സിനിമയിലെ അന്നത്തെ മിന്നും താരമായിരുന്ന ഇപ്പോഴത്തെ കേസിലെ 8ാം പ്രതിയായ ദിലീപിനെയാണ്. ദിലീപിനെ കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകളടക്കം, മൊഴികളടക്കം ശേഖരിച്ചു കഴിയുകയും ചെയ്തു. അതിനൊപ്പം നിലവിൽ 10 പ്രതികളാണ് കേസിലുള്ളത്. ഏതാണ്ട് 8.5 വർഷത്തിന് ശേഷം ആ സംഭവം നടന്ന് 8.5 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴാണ് ആ പെൺകുട്ടി നൽകിയ പരാതികളിൽ ഇപ്പോൾ കോടതി വിധി പറയുന്നത്. ആ പെൺകുട്ടിക്ക്, അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് പൊതുസമൂഹം ഉയർത്തുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം 11 മണിക്ക് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ലഭിക്കും. വലിയ പോരാട്ടമായിരുന്നു കഴിഞ്ഞ 8.5 വർഷം ആ പെൺകുട്ടിയും ആ പെൺകുട്ടിക്കൊപ്പം പോരാടിയവരും നടത്തിയത്. അതിൽ റിപ്പോർട്ടർ TV ഒന്നാമതെന്ന് പറയേണ്ടി വരും. കാരണം 2021 ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ റിപ്പോർട്ടിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ, അതാണ് കേസിൽ വഴിത്തിരിവായത്. ദിലീപും പൾസർ സുനിയും തമ്മിൽ, കുറ്റകൃത്യം നടത്തിയ പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന സുപ്രധാന തെളിവ് ഈ 2016 ഡിസംബർ 25 ദിലീപിന്റെ പത്മസരോവരത്തിൽ പൾസർ സുനി ഉണ്ടായിരുന്നു. അവിടെയൊന്നും പണം വാങ്ങി പൾസർ സുനി പുറത്തേക്ക് പോകുന്നതിന് സാക്ഷിയായിരുന്നു ബാലചന്ദ്രകുമാർ. ഇക്കാര്യം CDR അടക്കം പോലീസ് പരിശോധിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. പൾസർ സുനി അത് പോലീസിന് മുന്നിൽ അത് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും സുപ്രധാന തെളിവ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലായി. ദിലീപിന്റെ കയ്യിൽ പീഡന ദൃശ്യങ്ങൾ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ലെങ്കിലും പീഡന ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടെന്ന് വ്യക്തമാകുന്നതും അത് സംബന്ധിച്ചുള്ള ഓഡിയോ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിട്ടപ്പോഴാണ്. സാക്ഷികളെ ഒന്നാകെ മൊഴിമാറ്റാനുള്ള നീക്കം ദിലീപും സംഘവും നടത്തുന്നു എന്ന് വ്യക്തമായത് റിപ്പോർട്ടർ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണത്തിലൂടെയാണ്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായ സാഗർ വിൻസെന്റിനെ ആലപ്പുഴയിലേക്ക് പോയി കാവ്യ മാധവന്റെ ഡ്രൈവറും ദിലീപിന്റെ അഭിഭാഷകനും ചേർന്ന് മൊഴി മാറ്റിയെന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപ് പറയുന്ന ഓഡിയോ ആയിരുന്നു റിപ്പോർട്ടർ പുറത്തുവിട്ടതെങ്കിൽ പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഈ 2 പേർ മൊഴിമാറ്റാനായി തിരിച്ച ദിലീപിന്റെ സംഘം താമസിച്ച ഹോട്ടലിലെ രേഖകളടക്കം നമ്മൾ കണ്ടെത്തി പുറത്തുവിട്ടു. അങ്ങനെ ഒട്ടനവധി തെളിവുകൾ. ദിലീപ് ആശുപത്രിയിൽ അഡ്മിറ്റായെന്ന് വ്യാജരേഖ ഉണ്ടാക്കിയതാണെന്ന് തെളിയിച്ചു അൻവർ ആശുപത്രിയിൽ. അങ്ങനെ ദിലീപ് അവിടെ ചികിത്സ തേടിയിരുന്നില്ല. ഈ സംഭവം നടക്കുന്ന ദിവസങ്ങളിൽ താൻ ചികിത്സയിലായിരുന്നു, തനിക്കങ്ങനെ ഗൂഢാലോചന നടത്താൻ പറ്റുന്ന ആരോഗ്യമുണ്ടായിരുന്നില്ല എന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ദിലീപ് അങ്ങനെ ഒരു വ്യാജരേഖ ചമച്ചത്. ഹൈദരലി എന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ അന്നത്തെ ആശുപത്രിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ രേഖ അത് വ്യാജമാണെന്ന് റിപ്പോർട്ടർ തെളിയിച്ചു. അതേപോലെ പൾസർ സുനി 2ാമത് ജയിലിനകത്ത് സ്വന്തം കൈപ്പടയിൽ ദിലീപിന് എഴുതിയ ഒരു കത്തുണ്ട്. എനിക്ക് ദിലീപേട്ടന്റെ സഹായം ഇനി ആവശ്യമില്ല, പക്ഷേ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ നടിയാക്രമിച്ച സംഭവത്തിലടക്കം ഉള്ള മുഴുവൻ പങ്കാളിത്തവും, ദിലീപിന്റെ പങ്കാളിത്തവും സംബന്ധിച്ച് തെളിവ് താൻ പുറത്തുവിടുമെന്നായിരുന്നു ആ ഭീഷണി കത്ത്. ആ കത്തും റിപ്പോർട്ടർ പുറത്തുവിട്ടു. അങ്ങനെ അതും ദിലീപിന് വലിയ കുരുക്കായി. അങ്ങനെ ഈ കേസിലെ പ്രതികൾക്ക് കുരുക്കാവുന്ന നിരവധി തെളിവുകൾ പുറത്തുവിട്ടൊടുവിൽ ജാമ്യത്തിൽ പൾസർ സുനി, കുറ്റകൃത്യം നടത്തിയ പൾസർ സുനി പുറത്തിറങ്ങിയപ്പോൾ പൾസർ സുനിയെ ഒളി ക്യാമറയ്ക്ക് മുന്നിൽ കുടുക്കി ഈ കുറ്റകൃത്യത്തിന് കൊട്ടേഷൻ നൽകിയത് ആരാണെന്ന് പൾസർ സുനിയുടെ വാക്കുകൾ അത് പുറത്തേക്ക് എത്തിച്ചു റിപ്പോർട്ടർ. അങ്ങനെ ഈ കുറ്റകൃത്യം, നീചമായ കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചനയുടെ സൂത്രധാരൻ ദിലീപാണെന്നും ആ 10 അംഗ സംഘത്തിന് കുരുക്കുന്ന നിരവധി തെളിവുകൾ, അത് നിരവധി ഭീഷണികൾ മറികടന്നുകൊണ്ട് നിരവധി കേസുകൾ ഈ കാലഘട്ടത്തിൽ ഈ അതിജീവിതക്കൊപ്പം നമ്മൾ ഓടുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്ന കേസുകൾ ഒട്ടനവധിയാണ്. ആ പോരാട്ടത്തിന്റെ ഒടുവിൽ ഇപ്പോൾ വിധി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നീതി അതിജീവിതക്കുണ്ടാകും. ഏതായാലും രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗ കേസിന്റെ വിധി കൂടിയാണ് ഇന്ന് പറയുന്നത്.
മാത്രവുമല്ല ഈ കേസിന്റെ പോരാട്ടം ഹൈക്കോടതി മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ എത്തിയതാണ്. വിചാരണ കോടതിയിൽ മാത്രം ഒതുങ്ങുന്ന പോരാട്ടമായിരുന്നാൽ ഇടയ്ക്ക് ഈ പീഡന ദൃശ്യങ്ങൾ അത് നിയമവിരുദ്ധമായി കോടതിയിൽ വെച്ച് പരിശോധിക്കപ്പെട്ടു എന്ന വിവരവും പുറത്തെത്തിച്ചത് ഒരുപക്ഷെ നാട് നടുങ്ങിയ ഒരു സംഭവമായിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയെന്ന് ഇപ്പോഴും ഈ അതിജീവിത ആശങ്കപ്പെടുന്നുണ്ട്. ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടായിരുന്നു അന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വസ്തുതാന്വേഷണ പരിശോധന നടന്നപ്പോൾ അത് സ്ഥിരീകരിച്ചു. ഉദ്യോഗസ്ഥന്മാരും ചില ന്യായാധിപന്മാരും നിയമവിരുദ്ധമായി ഈ ദൃശ്യങ്ങൾ, ക്രൂരമായ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ അവർ കണ്ടു, പരിശോധിച്ചു. അവർ മൊബൈൽ ഫോണിലും അവരുടെ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും പരിശോധിച്ചു. അതിൽ നിന്നും ദൃശ്യങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യത കൂടി സംശയിക്കുന്നുണ്ട് അതിജീവിത. അവർക്ക് ആ കേസിലും ആ പരാതിയിലും നീതി ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അതിജീവിതയുടെ പോരാട്ടം അത് ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇന്ന് കോടതിയുടെ വിധി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇനിയുള്ള അവരുടെ നിലപാട്. അവർക്കൊപ്പം കേരള പൊതുസമൂഹം ഒന്നാകെ നിന്നു. ഏതാണ്ട് 5.5 വർഷക്കാലമാണ് മലയാള സിനിമയിൽ നിന്നും ആ പെൺകുട്ടിക്ക് മാറി നിൽക്കേണ്ടത് വന്നത് മാനസികാഘാതത്തെ തുടർന്ന്. പിന്നീട് റിപ്പോർട്ടർ തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ പൊതുസമൂഹം ഒന്നാകെ ഒപ്പമുണ്ടെന്ന് ബോധ്യമായപ്പോഴാണ് ആ പെൺകുട്ടി മറ്റൊരു സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് തിരിച്ചെത്തി മലയാള സിനിമയിൽ അഭ്രപാളിയിലേക്ക് തിരിച്ചു വന്നത്. ആത്മാഭിമാനത്തോടെ താൻ തെറ്റുകാരിയല്ലല്ലോ, താൻ എന്തിനു മുഖം മറക്കണം, താൻ ഇരയല്ല, അതിജീവിതയാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ മുഖം കാണിച്ച ആ പെൺകുട്ടിയെ അതിജീവിതയല്ല, നീ അപരാജിതയാണെന്ന് പ്രിയ എഴുത്തുകാരൻ ടി പത്മനാഭനും പറഞ്ഞു. അങ്ങനെ ഒരു ചരിത്രം എഴുതിയ ഒരു സംഭവമായി അതിജീവിതയുടെ ആ പുറത്തേക്കുള്ള വരവ് മാറുകയും ചെയ്തു. ആ പോരാട്ടമാണ്, ആ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് വരാൻ പോകുന്നത്. തീർച്ചയായും റോഷിപാൽ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ 8.25 വർഷത്തെ കാത്തിരിപ്പാണ്, നിയമ പോരാട്ടമാണ്. അതിനൊടുവിൽ രാജ്യം കാത്തിരിക്കുന്ന വിധി മണിക്കൂറുകൾക്കകം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാം ഓരോരുത്തരും.